സൂര്യൻ അവസാനത്തെ പടം അവസാനം നമ്മൾ സൂര്യൻ വലിയ സ്ക്രീൻ കാണുന്ന റോളക്സ് അല്ലേ? എനിക്ക് തലയിൽ അങ്ങോട്ട് വരണില്ലടേ. ഓക്കെ, ബേബി ലെറ്റ്സ് സീ. എന്താ നടയത്? പക്ഷെ എന്തോന്ന് വിഷ്വൽസ്, എന്തോന്ന് VFX ഇവിടെ പൊളിയടേ. കാരണം ഒരു 2.5 മണിക്കൂർ സിനിമയുടെ ഒരു 10 മിനിറ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം. സത്യം പറയട്ടെ, ആ ഒരു 51 സെക്കൻഡ് വീഡിയോ ഉണ്ടല്ലോ, അത് മതി സിനിമയിൽ എന്തൊക്കെയുണ്ട് ഏതാണ്ട് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും ഒരു ഭയങ്കര വലിയ ക്യാൻവാസിൽ ഭയങ്കര സീക്രട്ടീവായിട്ടൊക്കെ എടുത്ത പടമാണ്. സോ 7-ാം അറിവിൻ്റെ അതേ അവസ്ഥ തന്നെ ആവും ഇതിനെന്നുള്ളത് പിന്നെയും ഓരോ സാധനങ്ങൾ വരുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇവർ റിലീസ് ചെയ്തിട്ടുള്ള മുഴുവൻ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം. ഇപ്പോൾ കണ്ട ടീസർ രസമുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അവിടെ മിസ്സിങ് ആണ്. ശരിയാണ്, ടീസറിൽ അതൊന്നും കാണിക്കാൻ സമയമില്ല. പക്ഷേ ഇത് മാത്രം കാണിച്ച് ആൾക്കാരെ പറ്റിച്ചിട്ട് തിയേറ്ററിലേക്ക് കയറ്റരുത്. കുറേ ഒരു ഫാൻ ഫേവറേറ്റ് മൊമെൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ശിവ ഒരുക്കുന്നുണ്ടാവുക. ഒരു മെമ്മറബിൾ ആയിട്ടുള്ള നല്ലൊരു ചിത്രം ആവുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. എനിക്ക് ഈ സാധനം കണ്ടപ്പോൾ ഒരു ഇൻട്രോ സോങ്, ഒരു ഇൻട്രോ ഫൈറ്റ്, ദെൻ ഒരു 10 മിനിറ്റ് ഒരു 2 ക്യാരക്ടേഴ്സും കൂടെ ഉള്ള ഒരു 3 സാധനം, അതും കൂടി കഴിഞ്ഞാൽ തീർന്നു. കുലത്തിലുള്ള 2 ടീമുകൾ ഇരിക്കുന്ന കളർ ഗ്രേഡിങ് വെച്ചിട്ട്, അതായത് സൂര്യ ആ ഒരു ഏരിയയിൽ എത്തുന്നതായിട്ട് ഒരു ഷോട്ട് കാണുന്നു. ഒബിഡിയോളുടെ ക്യാരക്ടർ ഇവിടെ വന്നിട്ട് ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണെന്നുള്ളത് തോന്നുന്നത് ആ കളർ ഗ്രേഡ് വെച്ചിട്ടാണ്. ബ്ലൂ കളറിന്റെ ഇത് വരുമ്പോഴാണ് അതും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ രണ്ടിലും പെടാത്ത ഒരു ടീമുണ്ട്. എനിക്ക് തോന്നുന്നു അത് വേറൊരു ടീമുകളായിരിക്കും, അല്ലെങ്കിൽ നോർമൽ ജനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ സംഭവമായിരിക്കാം. കുഴപ്പം വിഷ്വൽസ് കേട്ടോ. ഇവിടെ ഒന്നും പറന്ന് പറഞ്ഞു പോയി, മോശമായി പോയി. 51 സെക്കൻഡേ ഉള്ളൂ. ഇനി അറിയാനുള്ളത് ന്യൂ വേർഷൻ, അതിനെ കുറിച്ച് അതിനകത്ത് കാണിച്ചിട്ടേ ഇല്ല. അപ്പം ആ ടീസർ അത്രയും മാത്രമൊന്നും അല്ല സിനിമ എന്നുള്ളതാണ്. ബാക്കി മറ്റൊരു വേർഷൻ തന്നെ വരാനുണ്ട്. ഒന്നും ഒരു പിടി കിട്ടണില്ല. സിനിമ ഇറങ്ങുമ്പോൾ കാണുന്നത് എന്താണ് റിലീസ്, ആരെങ്കിലും അറിയാൻ താഴെ കമന്റ് ചെയ്യണം.